വില കുറഞ്ഞ സാരിയിൽ പൊതിഞ്ഞ വില കൂടിയ ജീവിതം. ലോകം ഈ വിലയിരുത്തൽ നൽകിയത് നാം ഏറെ ബഹുമാനിക്കുന്ന മദർ തെരേസയ്ക്കാണ്. അവർ വളരെ വില കുറഞ്ഞ വസ്ത്രങ്ങളാണ് സാധാരണയായി ധരിക്കാറുള്ളത്. എന്നാൽ അവരുടെ ജീവിതം വളരെയധികം വില കൂടിയതാണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. അവർ സാധാരണയായി രോഗികളെയും അശരണരെയും തേടി പോകുന്ന യാത്രകൾ കണ്ട് അല്പം പരിഹാസഭാവത്തോടുകൂടെ ഒരു മനുഷ്യൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ആർക്കും വേണ്ടാത്ത ഇതുപോലെയുള്ള ആളുകളെ തേടിപ്പോകുന്നത്? ഒരു പുഞ്ചിരി മാത്രമായിരുന്നു അവർ നൽകിയ മറുപടി. ഏറെ നാളുകൾക്ക് ശേഷം ഈ ചോദ്യം ചോദിച്ച മനുഷ്യന് വസൂരി ബാധിച്ച് വീട്ടുകാരും നാട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ടവനായി ചുടുകാട്ടിൽ കിടക്കുന്ന വാർത്തയാണ് മദർ അറിഞ്ഞത്. ഉടനെ തന്നെ അദ്ദേഹം തള്ളപ്പെട്ട സ്ഥലത്ത് മദർ ഓടിയെത്തി. അപ്പോൾ കണ്ട കാഴ്ച വളരെ ദാരുണമായിരുന്നു. ശരീരമാസകലം ഉറുമ്പുകളാൽ നിറയപ്പെട്ടവനായി മരണത്തോട് അദ്ദേഹം അടുത്തു വരികയാണ്. കനിവ് തോന്നിയ മദർ തെരേസ അദ്ദേഹത്തിന് പ്രാഥമിക ശുശ്രൂഷകൾ നൽകി തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് പരിചരിച്ചു. അയാൾ സൗഖ്യം പ്രാപിച്ച് വളരെ വേഗം ജീവിതത്തിലേക്ക് മടങ്ങി വരികയും ചെയ്തു. ഒരിക്കൽ മദറിനോട് അദ്ദേഹം പറഞ്ഞത്, ഇപ്പോൾ നിങ്ങളുടെ മുഖത്ത് ഞാൻ ദൈവത്തെയാണ് കാണുന്നത്. എന്താണ് ക്രിസ്മസ്? ലോകം ക്രിസ്മസിനെ ഒരു വലിയ ആഘോഷമായിട്ടാണ് കാണുന്നത്. ക്രിസ്മസ് കേവലം ആഘോഷം മാത്രമല്ല, നാം നോക്കുന്നവന്റെ മുഖത്ത് ദൈവിക പ്രകാശം കാണുന്നതുകൂടെയാണ് ക്രിസ്മസ്. മനുഷ്യമുഖം എന്നും മ്ലാനമാണ്. പാപത്താൽ പരദീസ നഷ്ടമായ അന്നു മുതൽ മനുഷ്യൻ മ്ലാനമുഖത്തോടുകൂടെ ജീവിക്കുന്നവനാണ്. മനുഷ്യന്റെ മുഖത്തെ മ്ലാനതയ്ക്ക് കാരണവും പരിഹാരവും കണ്ടെത്തിയ ദൈവം മനുഷ്യനായി തന്നെ പിറന്നു. ആ ശിശുവിന്റെ മുഖത്ത് ലോകം കണ്ടത് മനുഷ്യസഹജമായ മ്ലാനതയല്ല, ദൈവിക തേജസ്സാണ്. യേശു ലോകത്തിലേക്ക് വന്നത് സമാധാനം സ്ഥാപിക്കുവാൻ വേണ്ടിയാണ്. ശത്രുവിന്റെ മുഖത്ത് കത്തി ജ്വലിക്കുന്ന കോപത്തെ കാണുന്ന ഇടത്ത് ക്ഷമയ്ക്കും സമാധാനത്തിനും സ്ഥാനമില്ല. ശത്രുവിലും നന്മ കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോഴാണ് സമാധാനം വളരപ്പെടുന്നത്. തന്നെ തളയ്ക്കുവാൻ ആർത്തിരമ്പി വന്ന ആയുധധാരികളായ പടയാളികളുടെ കാത് സൗഖ്യമാക്കിയ യേശു ക്ഷമയുടെ പാഠം എന്താണെന്ന് നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. നീ ദൈവപുത്രനെങ്കിൽ ഇറങ്ങി വാ, സ്വയം രക്ഷിച്ച് ഞങ്ങളെ കൂടെ രക്ഷിക്കൂ എന്നിങ്ങനെയുള്ള പരിഹാസത്തിന്റെ വാക്കുകൾ തൻ്റെ മുഖത്ത് നോക്കി ക്രൂരമായി പറയുന്നവരോടും ശത്രുത കാണാതെ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിച്ച യേശുക്രിസ്തുവിന്റെ പ്രസിദ്ധമായ പ്രാർത്ഥന ലോക ചരിത്രത്തെ തന്നെ മറ്റൊരധ്യായത്തിന്റെ തുടക്കം കുറിക്കാനായിരുന്നു. വിദ്വേഷത്തിന്റെയും പകയുടെയും താളുകൾ പിച്ചിച്ചിന്തി സമാധാനത്തിന്റെ പിറവിയുടെ ചരിത്രം അവിടെ സ്ഥാപിക്കപ്പെടുകയാണ് ചെയ്തത്. രാത്രിയിൽ ആടുകളെ കാവൽ ചെയ്തുകൊണ്ടിരുന്ന ഇടയന്മാരോട് ദൂതൻ പറഞ്ഞത് സകല ജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം എന്നാണ്. വിദ്വേഷവും പകയും സന്തോഷത്തിനും സമാധാനത്തിനും എതിരാണ്. അതുപോലെ തന്നെ വിദ്വേഷത്തെയും പകയെയും കീഴടക്കുവാൻ സന്തോഷത്തിനും സമാധാനത്തിനും മാത്രമേ കഴിയുകയുള്ളൂ. ആ സമാധാനമാണ് ക്രിസ്മസ് സന്ദേശം ലോകത്തിന് നൽകുന്നത്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.